Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 409 ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിലെ നമ്മൾ അടുത്ത ഒരു പുതിയൊരു എസ്റ്റിമേറ്റാണ് പഠിക്കാൻ പോകുന്നത്. എസ്റ്റിമേഷൻ ഓഫ് സെപ്റ്റി ടാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 സോഫാർ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ്സ് നോക്കി. അതിൽ നിന്ന് നമുക്കൊരു 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് കിട്ടും. അടുത്തത് നമ്മൾ ബാർബെൻഡിങ് ഷെഡ്യൂളാണ് നോക്കിയത്. ബാർബെൻഡിങ് ഷെഡ്യൂൾ, റൂഫ്, കോളം, സ്ലാബ്. ഇതിൽ നിന്ന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സെപ്റ്റി ടാങ്ക് ഉണ്ട്, റോഡുണ്ട്, റീറ്റെയിനിങ് വാളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എസ്റ്റിമേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്റ്റി ടാങ്കിൻ്റെ എസ്റ്റിമേഷനാണ് ഈ ഒരു ലെക്ചറിൽ നോക്കുന്നത്. ഈ ഒരു ലെക്ചറിൽ സെപ്റ്റി ടാങ്കിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ, അതിൻ്റെ ഫിഗറും അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എസ്റ്റിമേഷൻ ഞാൻ അടുത്ത ലെക്ചറിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു സെപ്റ്റി ടാങ്കിൻ്റെ പാർട്സും ഓരോന്നിൻ്റെയും ഡയമെൻഷനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എസ്റ്റിമേറ്റ് ഓഫ് സെപ്റ്റി ടാങ്ക് ഫോർ 25 യൂസേഴ്സ്. 25 യൂസേഴ്സ് എന്ന് പറയുന്ന കപ്പാസിറ്റിയിലാണ് നമുക്ക് സെപ്റ്റി ടാങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെപ്റ്റി ടാങ്ക് ഷാൽ ബി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:4 സിമെൻറ്റ് മോട്ടാർ. ദ ഫൗണ്ടേഷൻ ആൻഡ് ഫ്ലോർ ഷാൽ ബി 1:3 സിമെൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ ബ്രിക്ക് വർക്ക് വരുന്നത്, സെപ്റ്റി ടാങ്കിൻ്റെ ബ്രിക്ക് വർക്ക് വരുന്നത് 1:4 സിമെൻറ്റ് മോട്ടാറാണ്. പിന്നെ ഫ്ലോർ വരുന്നത് 1:3:6 സിമെൻറ്റ് കോൺക്രീറ്റിലാണ് വരുന്നത്. Inside of the septic tank shall be finished with 12 mm cement plaster and the floor shall be finished with 20 mm cement plaster. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തും സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തുള്ള വാൾസിന് 12 mm പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത്. സെപ്റ്റിക് ടാങ്കിൻ്റെ താഴെ ഇൻസൈഡിൽ തന്നെ താഴെയുള്ള പോർഷനിൽ 20 mm സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത്. The upper and the lower portion of the soak pit shall be of second class brickwork. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് വിത്ത് സോക്ക് പിറ്റാണ് നമുക്ക് എസ്റ്റിമേഷൻ എടുക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത സോക്ക് പിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോക്ക് പിറ്റിൻ്റെ അപ്പർ ആൻഡ് ലോവർ പോർഷൻ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് 1:6 റേഷ്യോയിലുള്ളതാണ്. ഇനി അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് വെച്ചാൽ ഡ്രൈ ബ്രിക്ക് വർക്കാണ് വരുന്നത്. അടുത്ത റൂഫ് കവറിങ്, സ്ലാബ്സ്, ബാഫൽ വാൾസ് ഷാൽ ബി പ്രീകാസ്റ്റ് RCC. രണ്ടിൻ്റെയും സെപ്റ്റിക് ടാങ്കിൻ്റെ ആണെങ്കിലും സോക്ക് പിറ്റിൻ്റെ ആണെങ്കിലും റൂഫ് സ്ലാബ് വരുന്നത് RCC വർക്കാണ്. അതേപോലെ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തൊരു ബാഫൽ വാളുണ്ട്, അത് നമുക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും, അതും RCCയിലാണ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് എസ്റ്റിമേഷനിൽ മെയിനായിട്ട് എടുക്കേണ്ട പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫിഗറിലേക്ക് പോവാം. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫിഗർ. ഇത് സെപ്റ്റിക് ടാങ്ക്, ഇത് അതിൻ്റെ സോക്ക് പിറ്റ്. അപ്പോൾ ഇതൊരു സിംഗിൾ ഫിഗറായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഈ കാണിച്ചേക്കുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ പ്ലാൻ, ഇതതിൻ്റെ സെക്ഷണൽ വ്യൂ. ഈ കാണിച്ചേക്കുന്ന സോക്ക് പിറ്റിൻ്റെ പ്ലാൻ, ഇതതിൻ്റെ സെക്ഷണൽ വ്യൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് തന്നേക്കുന്നത് അല്ലെങ്കിൽ പാർട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ താഴെ കാണുന്ന ഇതാണ് അതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലോർ. ഇതാണ് 1:3:6 സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലോറിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ഹൊറിസോണ്ടലാണ്. ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് താഴെ. ഇനി ഇതിൻ്റെ മുകളിൽ ഇവിടം മുതൽ ഇങ്ങോട്ടൊരു ചെറിയൊരു ഇൻക്ലൈൻഡ് ട്രയാങ്കിളാണ്. ഓക്കെ, ചെറിയൊരു ഇൻക്ലൈൻഡ് ട്രയാങ്കിളാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ഫ്ലോർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിതാ ഈ ഒരു വ്യൂവിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷൻ, താഴത്തെ പോർഷൻ പക്ക റെക്റ്റാങ്കിളാണ്. അത് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് മുതൽ അടുത്ത പോയിൻ്റ് വരെ ഒരു ഇൻക്ലൈൻഡ് ഫ്ലോറാണുള്ളത്. ഇതെല്ലാം നമുക്ക് സിമെൻറ്റ് കോൺക്രീറ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഇത് വോളാണ്, ഇതും വോളാണ്. ഇത് രണ്ടും 30 സെൻറ്റിമീറ്റർ വോളാണ്. 30 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള വോളാണ്. അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 60 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണുന്ന ഈ ഒരു പോർഷൻ 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള വാളാണ്. 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള വാളാണ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ അതാണ് ബ്രിക്ക് വാൾ വരുന്നത്. ഇനി ഇതാണ് റൂഫ്, RCCയിൽ ചെയ്യേണ്ട റൂഫ്, സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിലുള്ള റൂഫ്. അതിനെപ്പറ്റി നമുക്ക് തന്നേക്കുന്നത് ഈ ഒരു പോയിൻ്റാണ്, 7.5 സെൻറ്റിമീറ്റർ RCC സ്ലാബ് പ്രീകാസ്റ്റ്, അതാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും താഴെയുള്ള ഈ ഒരു സ്ലാബിൻ്റെ പ്രൊജക്ഷൻ 20 സെൻറ്റിമീറ്റർ ആണ്, തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4 സിക്സാഗായിട്ട് 4 സ്റ്റെപ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെപ്സിൻ്റെ പ്ലാൻ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും, 2 റാൻഡമായിട്ട് സിക്സാഗായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ 4 സ്റ്റെപ്സ് ഉണ്ട്, അത് അയേൺ ഫുഡ് സ്റ്റെപ്സാണ്. ഇനി നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് വാൽവാണിത്, ഇതിൻ്റെ ഔട്ട്ലെറ്റ് വാൽവാണിത്. ഇവിടെ ഒരു T ജംഗ്ഷൻ പോലത്തെ ഒരു പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഈ കാണുന്നതാണ് ബാഫിൽ വാൾ. ഈ കാണുന്നതാണ് ബാഫിൽ വാൾ. പ്ലാൻ വ്യൂവിലേക്ക് വരുമ്പോൾ ബാഫിൽ വാൾ ഈ രീതിയിൽ ത്രൂ ഔട്ട് ദ ലെങ്ത് ഇതുപോലെ കാണാൻ പറ്റും. RCC ആണ് ബാഫിൽ വാൾ, 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. ഇനി അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് വരുന്നത് ഇത്രയാണ് ബാഫിൽ വാൾ. അതിൻ്റെ ഡെപ്ത്ത് വരുന്നത് ഇതാ, ഇവിടെ നിന്ന് ഇവിടം വരെ 30, ഇവിടെ നിന്ന് ഇവിടം വരെ 15, അങ്ങനെ മൊത്തത്തിൽ 45 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ബാഫിൽ വാളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ സെക്ഷണൽ വ്യൂവിലുള്ള എല്ലാം നോക്കി. ഇനി പ്ലാൻ വ്യൂവിലേക്ക് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇതാ ഈ കോൺക്രീറ്റിൻ്റെ ലാസ്റ്റാണ് ഈ കാണുന്നത്, ഈ കോൺക്രീറ്റിൻ്റെ ലാസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കോൺക്രീറ്റ് ഫ്ലോറിൻ്റെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ ഔട്ടറിൽ വരച്ചേക്കുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഫ്ലോറിൻ്റെ ഔട്ടർ ലൈൻസ് ആണ് നമ്മൾ ഈ ഒരു പ്ലാൻ വ്യൂവിൽ ഔട്ടർ ലൈനിൽ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ഈ ഒരു 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലൈനാണ് ഇത്, ഈ കാണുന്ന ലൈൻ. അതിൻ്റെ ഇപ്പുറത്തെ ലൈനാണ് ഈ കാണുന്ന ലൈൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ വരക്കുന്നതാണ് 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ഔട്ടർ ലൈൻ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത്. കോൺക്രീറ്റ് സ്ലാബ് കഴിഞ്ഞിട്ട് അതിൻ്റെ തിക്നെസ് ആയിട്ട് 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയുണ്ടാവണം. ഇനി അടുത്തത് ഈ 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ ലൈനാണ് ഈ കാണുന്ന ലൈൻ. അതേപോലെ ഇപ്പുറത്തെ 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ ഔട്ടർ ലൈനാണ് ഈ കാണുന്നത്. വാളിൻ്റെ ഇന്നർ ലൈനാണ് ഈ കാണുന്നത്. വാളിൻ്റെ ഇന്നർ ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഫിഗർ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ കാണാപ്പാടം വരക്കേണ്ട നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഡയമെൻഷൻ തന്നേക്കുന്നത്, ഈ ഒരു സെപ്റ്റിക് ടാങ്കിന് ഇന്നർ ഡയമെൻഷൻ 200 ആണ്. ഈ ഒരു ഡയമെൻഷൻ ഇന്നർ ഡയമെൻഷൻ 90 ആണ്. അതേപോലെ വോൾ മുതൽ ബാഫിൽ വരെയുള്ള ലെങ്ത് 40 ആണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് 20 സെൻറ്റിമീറ്റർ വാൾ, ഏറ്റവും മുകളിൽ കാണുന്ന ആ 20 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള വാൾ. അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇത്രയും 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടം വരെയുള്ള ലെങ്ത്താണ് 30 ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 20 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തിക്നെസ് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ 40 ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ 30 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ തിക്നെസ് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഈ ത്രൂ ഔട്ട് എല്ലായിടത്തും വരുന്ന തിക്നെസ്. എല്ലായിടത്തും ഈ ഔട്ടർ ഈ ഒരു കോൺക്രീറ്റ് ലെയറിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വേറെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി നമുക്ക് നേരെ സോക്ക് പിറ്റിൻ്റെ ഫിഗറിലേക്ക് പോകാം. സോക്ക് പിറ്റിൻ്റെ ഫിഗറിലൊരു പ്രത്യേകത, സോക്ക് പിറ്റ് സർക്കുലർ ഷേപ്പാണ്. ഇതാണ് പ്ലാൻ വ്യൂ, ഇതാണ് സെക്ഷണൽ വ്യൂ. അപ്പോൾ സോക്ക് പിറ്റ് സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഇന്നർ വോള് ഇവിടെ ഇത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ലൈനാണ് ഇവിടെ, ഇതിൻ്റെ ലൈനാണ് ഇവിടെ. അതേപോലെ നമുക്ക് ഈ സർക്കിളിൻ്റെ ഓരോ പോയിൻറ്റും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു സെക്ഷണൽ വ്യൂവിൽ നിന്ന് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഫിഗർ വരക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ സോക്ക് പിറ്റിൻ്റെ ഇന്നർ ഡയമെൻഷൻ, ഹൊറിസോണ്ടൽ ഡയമെൻഷൻ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് തന്നെയാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ഇന്നർ ഡയമെൻഷൻ 100 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു വോളിൻ്റെ തിക്നെസ്
20 സെൻറ്റിമീറ്റർ ആണ്. അത് തന്നെയാണ് ഇപ്പുറത്തെ വാളിൻ്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു പ്ലാനിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ 20 സെൻറ്റിമീറ്ററിൻ്റെ വാളാണ് ഈ കാണുന്നത്, 20 സെൻറ്റിമീറ്ററിലെ വാൾ. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്ഷണൽ വ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഗ്രൗണ്ട് ലെവലിൽ മുകളിലുള്ള ഇതാണ് അതിൻ്റെ RCC സ്ലാബ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെയും നമ്മൾ സെൻറ്റിമീറ്റർ RCC സ്ലാബാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇന്നർ വോളിൻ്റെ പ്രത്യേകത നോക്കാം. അതിൻ്റെ ഇന്നർ വോൾസ് വരുന്നത് രണ്ട് സൈഡിലുള്ള ആ ഒരു സർക്കുലർ വോൾസിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണിത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകതയിൽ ഇതേ ഈ കാണുന്നത് ഈ മുകളിൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തേക്കുന്ന രണ്ട് വോൾസും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. അതേപോലെ താഴെ ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അത് പ്രത്യേകം പറയുന്നുണ്ട്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. ഇനി അടുത്തത് ഈ നടുക്ക് കാണുന്നത് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. ഈ കാണുന്നത് ഡ്രൈ ബ്രിക്ക് വർക്കാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആ ഒരു പ്ലാൻ വ്യൂ ആണ് ഈ കാണുന്ന സർക്കിള്. ഇനി അടുത്തത് ഈ ഒരു ലെയർ, ആ ഒരു ലെയറിൻ്റെ തിക്നെസ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈറ്റ് തന്നിട്ടുണ്ട്, 250 ആണ്. ഓക്കെ, ഈ ഒരു ലെയർ അതേപോലെ ഇപ്പുറത്തെ സൈഡിലെ ലെയറും പിന്നെ ഈ താഴെ കാണുന്ന ഫ്ലോറിൻ്റെ ഇതെല്ലാം ഒരേ ഐറ്റമാണ്. എന്താണ്? ബ്രിക്ക് അഗ്രിഗേറ്റ് വെച്ചിട്ടുള്ള ലെയറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്ന സൈഡ് വോളും നടുക്കത്തെ സൈഡ് വോളും താഴെ കാണുന്ന ബ്രിക്കിൻ്റെ ലെയറും ഫ്ലോറിൻ്റെ ലെയറും ബ്രിക്ക് അഗ്രിഗേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാനിൻ്റെ സർക്കുലർ വ്യൂ ആണ് ഈ നടുക്കത്തെ പോർഷനിൽ കാണുന്നത്. ഇനി ഔട്ടർ ലെയർ, ഇതാണ് ഔട്ടർ ലെയർ. എന്താണ് ഔട്ടർ ലെയർ? കോസ് സാൻഡ്, 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള കോസ് സാൻഡിൻ്റെ ലെയറാണ് ഔട്ടർ ലെയർ. അപ്പോൾ ഈ രണ്ട് ഔട്ടർ ലെയറും കോസ് സാൻഡ് 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ്. അതിൻ്റെ ആ ഒരു പ്ലാൻ വ്യൂ ആണ് നമുക്കിത് ഈ കാണുന്ന സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിത്രയാണ് നമുക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു 3D വ്യൂസ് ഓരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പിന്നെ അത് നമുക്ക് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എർത്ത് വർക്കിൻ്റെ എക്സ്കവേഷനാണ്. അതുപോലെ നമുക്ക് ഇനി അടുത്ത ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് നോക്കാം. സെപ്റ്റിക് ടാങ്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. ഏതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്? ഇത് ഈ കാണുന്നതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത്, സൈഡിൽ കാണുന്ന വോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ ഈ താഴെ കാണുന്നത് അതിൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ മുകളിൽ 20 സെൻറ്റിമീറ്റർ വോളാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ വോളാണ് താഴെ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ വ്യൂ വരുന്നത്. ഇതിപ്പോൾ ഗ്രൗണ്ട് ലെവലിലെ മുകളിൽ വരച്ചേക്കുന്നൊരു ഫിഗറാണ്. പക്ഷേ ഓർക്കുക, സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും ഒക്കെ കംപ്ലീറ്റ്ലി ഗ്രൗണ്ടിൻ്റെ താഴെയാണ് വരുന്നത്. ജസ്റ്റ് ഫിഗർ കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഫൗണ്ടേഷൻ. ഫ്ലോർ ഫൗണ്ടേഷൻ വരുന്നത് 1:3:6 സിമെൻറ്റ് മോട്ടാറാണ് വരുന്നത്. ഫ്ലോർ ഫൗണ്ടേഷൻ വരുന്നത് ഈ കാണുന്ന ഫ്ലോർ ഫൗണ്ടേഷൻ വരുന്നത് 1:3:6 സിമെൻറ്റ് മോട്ടാറിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഏറ്റവും താഴെ വരുന്ന പോർഷൻ പക്ക റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. ഇനി അതിൻ്റെ മുകളിൽ നടുക്ക് വരുന്ന പോർഷൻ ഇവിടെ കറക്റ്റ് ഈ ലെവലിൽ തന്നെ ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ ലെവൽ ഗ്രാജുവലി 1:20 സ്ലോപ്പിൽ ഇൻക്രീസ് ചെയ്ത് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് വരുന്നത്. 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ തിക്നെസ് 0 ആയിരിക്കും. ഇവിടെ എത്തിയപ്പോൾ സ്ലോപ്പ് ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ നമുക്ക് ഈ ഫിഗറിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് 20 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിളുടെ നടുക്കത്തെ വിട്ട് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തിക്നെസ് 0യും ഇവിടുത്തെ തിക്നെസ് 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഈ നടുക്കത്തെ ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ തിക്നെസ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? യൂണിഫോംലി വേരിയിങ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ട് നടുക്കത്തെ തിക്നെസ്സിന് നമുക്ക് 5 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇനി ഈ താഴത്തെ തിക്നെസ് 20 തന്നെയാണ്. അത് നമുക്കിവിടെ സൈഡിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാൽക്കുലേഷനിൽ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളതിൽ നമുക്ക് അടുത്ത വരുന്നത് ഇൻസൈഡ് ഓഫ് സെപ്റ്റിക് ടാങ്ക്.
ഇൻസൈഡ് ഓഫ് സെപ്റ്റിക് ടാങ്ക് വാൾ 12 mm സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യണം, ഫ്ലോർ 20 mm സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്ത് ഇതാ 2 ലോങ് വാളുണ്ട്, 2 ഷോർട്ട് വാളുണ്ട്. ഇതിൻ്റെ അകത്ത് മാത്രം കറക്റ്റായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യണം, 12 cm പ്ലാസ്റ്ററിങ് ചെയ്യണം. ഇനി ഇതിൻ്റെ താഴത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലോർ. ബ്രിക്കിൻ്റെ അകത്തുള്ള ഇത്രയും ഏരിയയാണ് നമ്മൾ ഫ്ലോറിങ്ങിന് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ 2 സൈഡാണ് പ്ലാസ്റ്റർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഒന്ന് ഇൻസൈഡ് വാള് പ്ലാസ്റ്റർ ചെയ്യണം. ഇൻസൈഡ് വാൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വാള വരും, അതേപോലെ ഈ ഒരു സൈഡ് വരും, ഈ ഒരു സൈഡ് വരും, ഈ ഒരു സൈഡും വരും. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അകത്തത്തെ താഴെയുള്ള ഈ ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്യണം. ഫ്ലോർ നമ്മൾ നോക്കുമ്പോൾ ബ്രിക്ക് വാളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് ഫ്ലോർ. ഇത്രയും ഏരിയ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാസ്റ്ററിങ്ങിൽ വരുന്നത്. അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്നത് അപ്പർ ആൻഡ് ലോവർ പോർഷൻ ഓഫ് സോക്ക് പിറ്റ്. അത് 2nd ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:6 സിമെൻറ്റ് മോട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ സോക്ക് പിറ്റിൻ്റെ അപ്പർ ആൻഡ് ലോവർ പോർഷൻ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫിഗർ അറിയാം. നമ്മുടെ സെക്ഷണൽ വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് സോക്ക് പിറ്റ് അല്ലേ. സോക്ക് പിറ്റിൻ്റെ അപ്പർ ആൻഡ് ലോവർ പോർഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇതും 1:6 ബ്രിക്ക് മേസൺറി ആണ്. ഇതാണ് ലോവർ പോർഷൻ. അപ്പർ പോർഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇതും 1:6 ബ്രിക്ക് മേസൺറി ആണ്. അപ്പോൾ ഇത്രയും പോർഷനിലാണ് നമുക്ക് ബ്രിക്ക് മേസൺറി 1:6 വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ കാണിച്ചു തരാം. ഇതാണ് കാണുന്നത്. അതായത് സോക്ക് പിറ്റിൻ്റെ ഗ്രൗണ്ട് ലെവലിലെ താഴെയാണ് മൊത്തം. ഈ കാണുന്നതാണ് സോക്ക് പിറ്റിൻ്റെ മുകളിലുള്ള മൂടി, RCCയിൽ നമുക്ക് ചെയ്യാനുള്ള മൂടി. ഇതാണ് 1:6 സിമെൻറ്റ് മോട്ടാറിൽ ചെയ്യേണ്ടത്, ബ്രിക്ക് വർക്കിൽ ചെയ്യേണ്ടത്. 1st ക്ലാസ് 2nd ക്ലാസ് ബ്രിക്ക് വർക്കിൽ ചെയ്യേണ്ട 1:6 വർക്കാണിത്. അതേപോലെ താഴെ ഒരു പോർഷനുണ്ട്, ഇത് ഇത്രയും ലെവലിൽ ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് എന്താണ് മറ്റു വർക്കുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷനുമാണ് ഞാനിപ്പോൾ ഈ കാണിച്ച ഫിഗറിൽ. ഈ ഒരു പോർഷനും മാത്രമേ ഉള്ളൂ ബ്രിക്ക് വർക്ക് 1st ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്ത നമുക്ക് വരുന്നത് മിഡിൽ പോർഷൻ ഷാൽ ബി ഡ്രൈ ബ്രിക്ക് വർക്ക്. അപ്പം മിഡിൽ പോർഷൻ ഡ്രൈ ബ്രിക്ക് വർക്കാണ്. ഏതാണ് മിഡിൽ പോർഷൻ? ഇതും പറഞ്ഞു. ഇനി ഈ കാണുന്നതാണ് മിഡിൽ പോർഷൻ. അത് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. ഡ്രൈ ബ്രിക്ക് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ബ്രിക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതിനകത്ത് സിമെൻറ്റ് മോട്ടാറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രൈ ബ്രിക്ക് വർക്ക്. അപ്പോൾ ഈ പോർഷൻ അതേപോലെ ഈ പോർഷൻ അവിടെ നമ്മൾ ഡ്രൈ ബ്രിക്ക് വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് ഈ കാണുന്നത്. താഴെയുള്ള അതിൻ്റെ നേരെ മുകളിലായിട്ട് ഡ്രൈ ബ്രിക്ക് വർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് നമ്മൾ 1:6 ബ്രിക്ക് വർക്ക് സിമെൻറ്റ് മോട്ടാറിൻ്റെ ബ്രിക്ക് വർക്കാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കാണുന്നത് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. ഡ്രൈ ബ്രിക്ക് വർക്ക് മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലത്തെ ഒരു ലെയർ കൂടി ഉണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഡ്രൈ ബ്രിക്ക് വർക്ക് വന്നു. ഇനി അടുത്തത് റൂഫ് കവറിംഗ് ആൻഡ് ബാഫൽ വോൾ ഷാൽ ബി പ്രീകാസ്റ്റ് RCC. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മുടെ സെക്ഷണൽ വ്യൂവിൽ നമുക്ക് ഇവിടെ ഒരു ലെയർ ഉണ്ട്. അതിൽ ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇവിടെ ഒരു ലെയർ ഉണ്ട്. അതെന്ത് വെച്ചിട്ടാണ്? ബ്രിക്ക് അഗ്രിഗേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തെ ബോട്ടം ഫ്ലോറും സെയിം മെറ്റീരിയലാണ്, ബ്രിക്ക് അഗ്രിഗേറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ എങ്ങനെ വരുമെന്ന് നമുക്ക് അടുത്ത് നോക്കാം. ഇതാണത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ ബ്രിക്ക് വർക്ക് കേട്ടോ, ശ്രദ്ധിച്ചേക്കുക. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ ബ്രിക്ക് വർക്ക്. അതിൻ്റെയും പുറത്തായിട്ട് ഒരു ലെയർ, അതിൻ്റെ ഔട്ടർ ലെയറാണ് നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഡ്രൈ ബ്രിക്ക് വർക്ക്. അതിൻ്റെ പുറത്ത് വേറെ ഒരു ലെയർ, അതാണ് ബ്രിക്ക് അഗ്രിഗേറ്റ് കൊണ്ട് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ താഴത്ത് നമ്മുടെ ഫ്ലോർ ഉണ്ട് അല്ലേ, സോക്ക് പിറ്റിൻ്റെ ഫ്ലോർ. അപ്പോൾ സോക്ക് പിറ്റിൻ്റെ ഫ്ലോറിൽ നമ്മൾ ആ ഒരു ഡ്രൈ ബ്രിക്ക് വർക്ക് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്.
ഈ കാണുന്നത്. അതായത് ഈ പോർഷൻ മൊത്തം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ ഫ്ലോർ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്താണ്? റൂഫ് കവറിങ് സ്ലാബ് ആൻഡ് ബാഫൽ വാൾ ഷാൽ ബി RCC. അപ്പോൾ റൂഫ് കവറിങ് സ്ലാബും ഓക്കെ, ഒരു പോയിന്റ് വിട്ടുപോയി. ഇനി ലാസ്റ്റ് ഈ ഒരു ലെയറും കൂടി ഉണ്ട്. ഈ ഒരു ലെയർ ഔട്ടർ ലെയർ എന്ത് വെച്ചിട്ടാണ്? കോസ് സാൻഡ് വെച്ചിട്ട് 15 സെൻറ്റിമീറ്റർ തിക്കിലുള്ള കോസ് സാൻഡ് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗറാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഔട്ടർ ലെയർ ഏറ്റവും നമ്മൾ സോക്ക് പിറ്റിൻ്റെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലുള്ള ക്യാപ്പ് കാണാൻ പറ്റും, ബ്രിക്ക് വർക്കിൻ്റെ പ്രൊജക്ഷൻ കാണാൻ പറ്റും. പിന്നെ ഈ നടുക്ക് നമ്മൾ കാണുന്ന മുഴുവൻ ഏറ്റവും ഔട്ടറിലുള്ള ലെയർ ആയിരിക്കും കാണുന്നത്. ഔട്ടർ ലെയർ എന്ന് വെച്ചാൽ എന്താണ്? കോസ് സാൻഡിൻ്റെ ഒരു ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഈ ഒരു ചെറിയ തിക്നെസ്സിൽ നമ്മുടെ ബ്രിക്ക് വർക്കും കാണാൻ പറ്റും. കാരണം അതിൻ്റെ സെക്ഷണൽ വ്യൂ നമുക്കറിയാം. ഇതാണ് സെക്ഷണൽ വ്യൂ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അതിൻ്റെ ഇത്രയും ലെവലിൽ നമുക്ക് ഈ ഒരു ബ്രിക്ക് വർക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ആയിരിക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, അല്ലേ? ഇതാണ് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ ആദ്യം കാണുന്നത് ഈ ഒരു ബ്രിക്ക് വർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഡെപ്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു വർക്കാണ്, അത് കോസ് സാൻഡിൻ്റെ വർക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൽ നമ്മൾ കാണുന്ന വീണ്ടും ബ്രിക്ക് വർക്കാണ്. അപ്പോൾ അങ്ങനെ 3 ലെവലായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗറാണ് നിങ്ങളിപ്പോൾ ഈ കാണിച്ചത്. ഏറ്റവും മുകളിൽ ആ ഒരു RCC വർക്ക്, അത് കഴിഞ്ഞാൽ ബ്രിക്ക് വർക്ക്, അത് കഴിഞ്ഞാൽ കോസ് സാൻഡിൻ്റെ ആ ഒരു ലെയർ, ഏറ്റവും താഴെ വീണ്ടും ഒരു ബ്രിക്ക് വർക്കിൻ്റെ ചെറിയൊരു ലെയർ. ഇത്രയാണുള്ളത്. ഇനി നമുക്ക് അവസാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് റൂഫാണ്. അപ്പോൾ റൂഫ് RCC വർക്കാണ്, അതേപോലെ ബാഫൽ വോളും RCC വർക്കാണ്. അപ്പോൾ റൂഫ് എന്ന് പറയുമ്പോൾ 2 റൂഫുണ്ട് നമുക്ക്. ഏതൊക്കെയാണ്? ഇതാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ റൂഫ്. ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ നമ്മൾ RCCയുടെ ഒരു റൂഫാണ് ചെയ്യുന്നത്. ഇതാണ് സോക്ക് പിറ്റിൻ്റെ റൂഫ്. സോക്ക് പിറ്റിൻ്റെ മുകളിൽ നമ്മളൊരു RCC വർക്കാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ കണ്ട ആ ബാഫൽ വോളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ കുറവുണ്ടാവും. ഇതാണ് ആ ബാഫൽ വോൾ. ഇത് നമ്മുടെ ഈ ടോപ്പിൽ നിന്ന് കുറച്ച് ഡെപ്ത് മാറിയിട്ട് ഇതേപോലെ ഒരു വോളായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇത് 3ഉമാണ് നമ്മുടെ RCC വർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എപ്പോഴും നമ്മൾ ബിൽഡിംഗ് ഡ്രോയിങ് പഠിച്ചപ്പോഴും ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, തന്നേക്കുന്ന ഫിഗറിനെ നമ്മുടെ സ്വന്തം ഫിഗറായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യാമെങ്കിൽ, ഡയമെൻഷനൊക്കെ എഴുതി ഒന്ന് കൺവേർട്ട് ചെയ്യാമെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടും കൺഫ്യൂസിങ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് വരക്കാം, അല്ലേ? ഈ ഒരു ഷേപ്പ് നമുക്ക് വരക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. ഇതാണ് ഇന്നർ വാൾ, ഇവിടെ ഒരു സ്ലാബ് വരുന്നുണ്ട്, ഇത് 20 സെൻറ്റിമീറ്റർ വാൾ, പിന്നെ ഒരു പ്രൊജക്ഷൻ 30 സെൻറ്റിമീറ്റർ വാൾ, ഇവിടെ 20 സെൻറ്റിമീറ്റർ വാൾ, പ്രൊജക്ഷൻ 30 സെൻറ്റിമീറ്റർ വാൾ, വീണ്ടും 10 സെൻറ്റിമീറ്ററിൻ്റെ പ്രൊജക്ഷൻ താഴത്തേക്ക് വരുന്നു, ഇത് ഇങ്ങനെ വരുന്നു, ഇവിടെ 20. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് വരക്കുന്നതിൽ കുഴപ്പമില്ല. അതേപോലെ പല ഡയമെൻഷൻസ് നമുക്ക് ഇവിടെ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഒറ്റ ഡയമെൻഷനായിട്ട് എഴുതാനും പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫിഗർ മാറ്റി വരക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് എൻ്റേതായ രീതിയിൽ വരച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ വാളിൻ്റെ തിക്നെസ് 30 ആണ്. ആ വാളിൻ്റെ ഒരു തിക്നെസ് 30 ആണ്. മുകളിലെ വാളിൻ്റെ തിക്നെസ് 20 ആണ്. അപ്പോൾ ഈ ഒരു വാള് 30 സെൻറ്റിമീറ്റർ വാളും ഈ ഒരു വാള് 20 സെൻറ്റിമീറ്റർ വാളുമാണ്. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഈ 2 വാളും 30 20 സെൻറ്റിമീറ്റർ വാളുമാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതാ ഇതിൻ്റെ നടുക്കത്തെ പോർഷൻ മുതൽ ഈ വെള്ളമുള്ള ലെവൽ വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 140 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ മുകളിലേക്ക് 30 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാഫൽ വാളിൻ്റെ മുതൽ ഉള്ള ഹൈറ്റ്, ബാഫൽ വാള് വെള്ളത്തിൻ്റെ താഴെ 30 സെൻറ്റിമീറ്റർ ഉണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ 15 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഈ കാണുന്നതാണ് 30 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്ററും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് കിട്ടുന്നത്? അടുത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു തിക്നെസ്, ഫ്ലോറിൻ്റെ തിക്നെസ് 20. ഇനി ഈ ഒരു വാളിൻ്റെ ഹൈറ്റ് വരുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാമല്ലോ. ഇതാണ് 20 സെൻറ്റിമീറ്റർ. അവിടെ മുതൽ ഈ ഒരു ഹൈറ്റ് വരെ 60 സെൻറ്റിമീറ്റർ. ഇനി ഈ ഒരു ഹൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. ഓക്കെ, അതുകൂടാതെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഹൊറിസോണ്ടൽ പോർഷനും ഈ സ്ലോപ്പിംഗ് പോർഷനും തമ്മിലുള്ള ഈ ഒരു ചെറിയ ഹൈറ്റ് ഡിഫറൻസ് 10 സെൻറ്റിമീറ്റർ ആണ്, അല്ലേ?
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ സ്ലോപ്പിംഗ് ഒന്നുമില്ല, ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു ഫ്ലോർ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളൊരു ഡോട്ടഡ് ലൈൻ ഇങ്ങോട്ട് വരച്ചാൽ ഈ ഫ്ലോർ ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ സ്ലോപ്പിംഗ് പോർഷൻ്റെ ഇങ്ങേ അറ്റത്തെ ഡയമെൻഷൻ 10 സെൻറ്റിമീറ്ററും ഇവിടെ 0 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കത്തെ ഈ ഒരു പ്രൊജക്ഷൻ എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ആവറേജ് എടുത്താൽ മതി. ഇങ്ങേ അറ്റത്ത് 0, ഇങ്ങേ അറ്റത്ത് 10 ആണെങ്കിൽ നടുക്ക് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ 20 ഉണ്ട്. ഈ ഒരു ചെറിയ സ്ലോപ്പ് 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് 140 തന്നിട്ടുണ്ട്. പിന്നെ റൂഫ് വരെ 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്യുമ്പോൾ 195 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എങ്ങനെ കിട്ടി? ഇവിടെ നിന്ന് ഇവിടം വരെ 20, അത് നടുക്കത്തെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ 20, ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ, ഈ ഒരു ഡിസ്റ്റൻസ് 140, അതിൻ്റെ മുകളിലേക്ക് റൂഫ് വരെ 30, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 195 കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു. ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് 195 കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ കുറച്ചാൽ മതി? ഇവിടം വരെയുള്ള ലെങ്ത്ത് കുറച്ചാൽ മതി. ഇവിടം വരെയുള്ള എന്ന് പറയുമ്പോൾ 195, ഈ ഒരു ഡിസ്റ്റൻസ് 20 ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് 60 ആണ്. അപ്പോൾ 195 മൈനസ് 20 മൈനസ് 60 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു 115 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അത് ആ ഫിഗറിൽ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് ഇവിടം വരെ 20 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 20 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 60 ആണ്. ബാക്കിയുള്ള ഈ ഒരു ലെങ്ത്ത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് കിട്ടാനുള്ള കാൽക്കുലേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിഗറിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് വരക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് വരക്കണമെന്നില്ല, ഈ ഷേപ്പ് ഒന്ന് കറക്റ്റായാൽ മാത്രം മതി. ഇതാ, ഇത് 20, ഇത് 60, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓവറോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 195, അത് നമ്മൾ ഈ ഒരു ലെങ്ത്ത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി എന്ത് ചെയ്യും? 195 16 20 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെയുള്ള ആ ഒരു 115 സെൻറ്റിമീറ്റർ കിട്ടും. ഇപ്പോൾ ഈ ഒരു ഫിഗറിലുള്ള എല്ലാം നമ്മൾ മാർക്ക് ചെയ്തല്ലോ. ഇനി അടുത്ത പ്ലാൻ വ്യൂവിലേക്ക് വരാം. പ്ലാൻ വ്യൂവിൽ നമുക്ക് തന്നേക്കുന്നത് ഈ റൂമിൻ്റെ ഇന്നർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്, 20 സെൻറ്റിമീറ്റർ, 200 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഈ ഒരു ഡയമെൻഷൻ തന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് 90 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്കറിയാം ഈ കാണുന്നതാണ് 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ പ്രൊജക്ഷൻ. 20 സെൻറ്റിമീറ്റർ വാളിൻ്റെ പ്രൊജക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ലെങ്ത്ത് 20 ആയിരിക്കും, ആ ഒരു ചെറിയ പ്രൊജക്ഷൻ 20 ആയിരിക്കും. അതുപോലെ ഇപ്പുറത്തേക്കും ആ ഒരു ചെറിയ പ്രൊജക്ഷൻ 20 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമ്മുടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ബോക്സിൻ്റെ ഡയമെൻഷൻ 20 ആണെന്ന് നമുക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ കാണുന്നത് ആ 30 സെൻറ്റിമീറ്റർ വാളിൻ്റെ പ്രൊജക്ഷനാണ്. 30 സെൻറ്റിമീറ്റർ വാളിൻ്റെ പ്രൊജക്ഷൻ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ചെറിയ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെയും അത് തമ്മിലുള്ള ആ ഒരു ചെറിയ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇതാ ഇവിടെ ഫിഗറിൽ നോക്കിയാൽ മതി. ഇവിടം വരെ 20 ആണ്, ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇവിടം വരെ 30 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 20 മൈനസ് 30 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. 30 മൈനസ് 20 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഈ ഒരു ചെറിയ പ്രൊജക്ഷൻ. അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ സൈഡിലെ ആ ഒരു പ്രൊജക്ഷൻ. അത് തന്നെയായിരിക്കും ഈ ഒരു സൈഡിലെ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് 4 സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതാ, ഇവിടെ നിന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ. അതേപോലെ ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് പ്രൊജക്ഷൻ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്നാണ് കിട്ടുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പ്രൊജക്ഷൻ 10 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയായിരിക്കും ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രൊജക്ഷൻ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അവസാനത്തെ പ്രൊജക്ഷനും നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടും. ഇതാ ഈ ഒരു പ്രൊജക്ഷൻ 10 സെൻറ്റിമീറ്റർ, അതേപോലെ ഈ ഒരു പ്രൊജക്ഷൻ 10 സെൻറ്റിമീറ്റർ, അതേപോലെ ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് ഇത് 200ഉം ഇത് 90ഉം
200ഉം 90ഉം മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്കിതിൻ്റെ ഓവറോൾ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടോട്ടൽ ഔട്ടർ ടു ഔട്ടർ എങ്ങനെ കിട്ടും? 90 + 20 + 10 + 10 + 20 + 10 + 10 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 170 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതാ ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു ഔട്ടർ ടു ഔട്ടർ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കിട്ടും? 200, ഇവിടെ നിന്ന് ഇവിടം വരെ 200 ആണ്. അടുത്തത് ആദ്യത്തെ വോൾ 20, ഈ ഒരു വോളും 20, അപ്പോൾ 20 + 20, പിന്നെ 2 10 സെൻറ്റിമീറ്ററിൻ്റെ ആണ്, 10 ഇവിടെയും 10 + 10 അതെല്ലാം കൂടി ആഡ് ചെയ്താൽ 280 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഫിഗർ വെച്ച് തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഫിഗറിൽ എഴുതിയേക്കുന്ന അതേ കാര്യങ്ങളാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ ഫിഗറിൽ വരച്ചിട്ടേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സോക്ക് പിറ്റിൻ്റെ പടം. സോക്ക് പിറ്റിൻ്റെ പടം നോക്കുമ്പോഴും ഈ ഒരു ഷേപ്പ് നമുക്ക് പെട്ടെന്ന് വരക്കാൻ പറ്റും. ഇതാണ് ഗ്രൗണ്ട് ലെവൽ, അതിൻ്റെ മുകളിലൊരു ക്യാപ്പ്, ഇന്നർ വോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇന്നർ വോളിൻ്റെ ഇത്രയും പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ട ബ്രിക്ക് വർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബ്രിക്ക് വർക്ക് ഏറ്റവും താഴെയുള്ള ഈ ഒരു പോർഷനാണ് ഇപ്പുറത്ത്. ഇനി ഇതിൻ്റെ നടുക്ക് വരുന്ന ഈ ഒരു പോർഷൻ ഡ്രൈ ബ്രിക്ക് വർക്കാണ്, ഇത്രയും പോർഷൻ. ഇതും ഡ്രൈ ബ്രിക്ക് വർക്കാണ്, ഇത്രയും പോർഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ റൂഫ്. അത് 7.5 സെൻറ്റിമീറ്റർ RCC റൂഫാണ്. ഇനി ഈ കാണുന്ന പോർഷനും ഈ കാണുന്ന പോർഷനും എന്താണ്? ബ്രിക്ക് വർക്കാണ്, 1:6 സിമൻറ്റ് മോട്ടാർ. അത് തന്നെയാണ് ഈ കാണുന്ന പോർഷനും ഈ ഒരു കാണുന്ന പോർഷനും. ഓക്കെ, ഇനി നടുക്ക് കാണുന്ന ഈ ഒരു വർക്കാണ് എന്ത്? ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ വർക്ക്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് 2 പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ 2 പ്രൊജക്ഷൻ ഉണ്ട്, 2 ലെയർ ഉണ്ട്. പ്രൊജക്ഷൻ അല്ല, 2 ലെയർ ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന രീതിയിൽ 2 ലെയർ ഉണ്ട്. ആദ്യം കാണുന്ന ലെയർ ഞാനൊരു ബ്രിക്ക്, ഒരു കല്ല് പോലെയാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അതിന് കാരണം ഈ കാണുന്നതാണ്. ഈ ഒരു ലെയറും ഈ ഒരു ലെയറും ബ്രിക്ക് അഗ്രിഗേറ്റാണ്. അതേപോലെ ഈ ഒരു ലെയർ, ഈ 3 ലെയറും ബ്രിക്ക് അഗ്രിഗേറ്റാണ്. അപ്പോൾ അതാണ് ഞാനതൊരു കല്ലിൻ്റെ ആ ഒരു സിമ്പിളായിട്ട് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 3 നോക്കുക. ഈ ഒരു ലെയർ, ഈ ഒരു ലെയർ, ഈ ഒരു ലെയർ, ഇതെല്ലാം എന്താണ്? ബ്രിക്ക് അഗ്രിഗേറ്റ് ആണ് വരുന്നത്. ബ്രിക്ക് അഗ്രിഗേറ്റിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇനി ഔട്ടർ ലെയർ, ഈ ഒരു ലെയറും ഈ ഒരു ലെയറും കോസ് സാൻഡാണ്. 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള കോസ് സാൻഡാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിഗറിൻ്റെ അകത്തേക്ക് പോകാം. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് 250 ആണ്. ഇനി ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ താഴത്തെ ലെയറിൻ്റെ ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാമല്ലോ, കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ താഴത്തെ ലെയർ 20 സെൻറ്റിമീറ്റർ, ഈ ഒരു ലെയർ 250 സെൻറ്റിമീറ്റർ, ഈ ഒരു ലെയർ 50 സെൻറ്റിമീറ്റർ. അപ്പോൾ അതെല്ലാം ഒറ്റയടിക്ക് എനിക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഈ റൂമിൻ്റെ ഇന്നർ ഡയമെൻഷൻ നമുക്ക് 100 ആണ്. അപ്പോൾ അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന 100 സെൻറ്റിമീറ്റർ. അത് തന്നെയാണ് താഴത്തതിൻ്റെ ഇന്നർ ഡയമീറ്റർ, 100 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു വാളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ ആണ്, അത് നമ്മുടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ആ ഒരു വാളിൻ്റെ തിക്നെസ് ഇതിൻ്റെ അകത്ത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് താഴെ 20 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. അടുത്തത് ഈ ഒരു ലെയറും 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ്. അപ്പോൾ 15 അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ഈ 2 ലെയറും 15 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലാണ് വരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ്ലി നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ ഫിഗറും വരക്കാം. അപ്പോൾ ഈ ഒരു ഇന്നർ ലെയറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചേക്കുന്ന വര. അതേപോലെ ഈ ഒരു അഗ്രിഗേറ്റിൻ്റെ ലെയറിൻ്റെ ഫിഗറാണ് ഈ ഒരു ഈ ഒരു കല്ലിൻ്റെയൊക്കെ ഷേപ്പിൽ ഞാൻ വരച്ചേക്കുന്ന ഒരു ഇന്നർ ലെയർ. അതേപോലെ ഈ കാണുന്ന ഔട്ടർ ലെയറിൻ്റെ പ്ലാൻ വ്യൂ ആണ് ഈ കാണുന്ന ഔട്ടർ ലെയറിൻ്റെ പ്ലാൻ വ്യൂ. ഇതിൻ്റെ ഡയമീറ്റർ നമുക്ക് വേണേൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇന്നർ ഡയമീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഇവിടുത്തെ പോലെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത്
ഇതാ ഈ ഒരു ലൈനാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ലൈനാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 140 എങ്ങനെ കിട്ടി? ഈ ഒരു 140 കിട്ടാനായിട്ട് ഇവിടെ ഇവിടം വരെ 100 ആണ്. 100 പ്ലസ് ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20, അപ്പോൾ പ്ലസ് 40 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 140 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ ഈ ഒരു ലെയറാണ് ഇവിടെ, അതേപോലെ ഈ ഒരു ലെയറാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് 170 എന്ന് കിട്ടിയത്? 170 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 100 ആണ്, പ്ലസ് ഒരു 20 ഇവിടെ, ഒരു 20 ഇവിടെ, അപ്പോൾ പ്ലസ് 40 പ്ലസ് ഒരു 15ഉം ഒരു 15ഉം, അപ്പോൾ അത് നമുക്ക് 170 സെൻറ്റിമീറ്റർ ഡയമീറ്റർ എന്ന് കിട്ടും. ഇനി വരുന്നത് ഔട്ടർ ലെയറാണ്. ഈ കാണുന്ന ഔട്ടർ ലെയറാണിത്, ഈ കാണുന്ന ഔട്ടർ ലെയറാണിത്. അത് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 200 എന്ന് കിട്ടി. അതെങ്ങനെ കിട്ടും? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 100 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 50 ചെയ്യുമ്പോൾ 200 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരക്കാനായിട്ട് ഭയങ്കര പാടൊന്നുമല്ല, ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും മാർക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് നമ്മുടെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത് മാത്രം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. ഈ ഫിഗർ വരക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും വരക്കുമ്പോൾ. രണ്ടാമത്തത് അതിൻ്റെ ഓരോ ഡയമെൻഷൻ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, ഈ ഫിഗർ നോക്കിയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, പാടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് എസ്റ്റിമേഷൻ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ അകത്ത് എസ്റ്റിമേഷനെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ സെപ്റ്റിക് ടാങ്കിൻ്റെ ഓരോ പാർട്സും എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഓരോ പാർട്ടും, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന കാര്യം മാത്രമാണ് ഞാൻ ഈ ഒരു ലെക്ചറിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി. അടുത്ത ലെക്ചറിൽ നമുക്കതിൻ്റെ എസ്റ്റിമേഷൻ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.